വെൽക്കം. കോഴിക്കോട് KLF നടന്നുകൊണ്ടിരിക്കുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 8ാമത്തെ എഡിഷനാണ്. വെറുതെ ഒന്ന് പോയി നോക്കാം, കാണാമെന്നൊക്കെ തോന്നി. സൈഡ് ബാഗൊക്കെ ഉണ്ട്. സൈഡ് ബാഗിനകത്ത് പോയാൽ അറിയാമല്ലോ, മോശമാണ്. അപ്പം നേരെ ബീച്ചിലോട്ട്. യാത്ര തുടങ്ങിയത് ബൈക്കിലായിരുന്നു. ഇടയ്ക്ക് ബസ് കയറി. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വൈകാതെ മനസ്സിലാവും. എന്താ താറ്റുമാണ് ഈ വഴിയിലൊക്കെ. മൂത്രം മണത്തിട്ട് യാതൊരു ഒഴിവില്ല. പിന്നെ കോഴിക്കോട് ഇറങ്ങി കന്നഡ ഓർഡർ ഡെലിവേർഡായിരുന്നു. അത് വാങ്ങി ഇനി നേരെ KLFിലോട്ട്. ബസ് സർവീസ് നടത്തുന്നുണ്ട്. അതെനിക്ക് പുതിയറിവായിരുന്നു. ഇതിപ്പോൾ കുറേ ലാഭമാണ്. ഞാൻ നേരത്തെ എന്തിനാണാവേ തന്നെ കുളിച്ച് വെട്ടിയെന്നുള്ളിൽ പോകുന്നെന്ന് ആലോചിച്ചു. കാരണം അമ്മ ഒരു ചൂടാ പുറത്ത്. ഇതിപ്പോൾ ലാഭമായി. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഇന്നിപ്പോഴേക്ക് മാത്രമേ ഇതാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ബസ്. ഇങ്ങനെ KLFിൻ്റെ മഹനീയമാകപ്പെട്ട വേദിയിലേക്ക് നമ്മൾ തൃപ്പാദങ്ങൾ ഇവിടെ വെച്ച് കഴിഞ്ഞു. എന്താമോ ഉച്ചയാണ്, പൊരി വെയിലാണ്. അലഞ്ഞു തിളങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇവിടെ ബുക്ക് സ്റ്റോളുണ്ട്. അതെ, അതിനകത്തേക്ക് ഒന്ന് കയറി വെക്കാം. കുറച്ച് തണുപ്പ് കൊള്ളാന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അയ്യോ, സൂര്യനങ്ങനെ ഉച്ചയിൽ നിൽക്കുക. പട മേടിച്ച് പന്തൽ തിന്ന പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ മാതിരി അവിടുത്തെ അവസ്ഥ. തണുപ്പ് കൊള്ളാൻ വേണ്ടി കയറി ഇതിൻ്റെ അകത്ത് നിറച്ച ആള് പെരിഞ്ചൂടും. തണുപ്പിന് വേണ്ടിയായിരുന്നു ഉള്ളിൽ കയറിയത്. ചൂടെടുത്ത് ചത്തു. പുറത്ത് എത്ര വലിയ ചൂടാണെങ്കിലും മടില്ല. ചൂടുള്ള ചായ കുടിക്കാണ്ട് ഒരു സമാധാനമല്ല. ഓരോ ശീലങ്ങളെ. ഒരു നൈസ് പരിപാടി കേട്ടോ. ഈ വരുന്ന ഗസ്റ്റിനെയൊക്കെ ഈ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ല അടിപൊളി പരിപാടിയാണ്. ഏതാണി രാജാ മനസ്സിന്റെ ഉള്ളിൽ നിറയുന്ന മായിക മണിമുത്ത് രാജാതി. മനത്തുതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാതി. ഏതാണി രാജാതി. ഏതാണി രാജാതി. ഏതാണി രാജാതി. अखियों में सवाला मोहब्बत वाला
अखियों में ऐसा डाला तेरी बेली मेरी जान हाय मैं तेरी मेरी പുറത്തെന്തായാലും ഒച്ചപ്പാടും ബഹളവും എന്ന് വിചാരിച്ച് നോക്കിയതാ. അപ്പം ഉണ്ട് ഇവിടെ നല്ല മൂറ്റ് ഗാനമേള നമ്മളും കൂടി കൊടുത്ത്. അല്ലാന്ന് ഇതൊക്കെ അല്ലേ KLF-ൻ്റെ വൈബ്. ഏതോ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം വരെ ഇവിടെ റേഡിയോ മാംഗോ ആയിരുന്നു. ഈ പ്രാവശ്യം റെഡ് FM ആണ്. ബുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോക്കനാണ്. ഇതിൽ കയറാൻ പറ്റുമോ? ചെറിയൊരു പുസ്തകം വാങ്ങാനുണ്ട്. നേരത്തെ കയറിയപ്പോൾ വാങ്ങാൻ മറന്നു. അത് വാങ്ങിട്ടെന്ന കാര്യം. ഈ ഹാളിനകത്തേക്ക് കടന്നു നീങ്ങണമെന്ന് പ്രിയ വായനക്കാരോട് ഈ ഒരു പുസ്തകം തപ്പി കടമ്പ നടക്കുന്നത്. റിലീസിന് വേണ്ടി കാത്തിരുന്ന പുസ്തകമായിരുന്നു അഗർത്ത. അപ്പോൾ അത് റിലീസായിട്ടുണ്ട്. അത് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. വാങ്ങി ഇനി അത് വായിച്ചിട്ട് ഡീറ്റെയിൽസ് ഞാൻ ചാനലിൽ തന്നെ പറയാം. പുസ്തകത്തിൻ്റെ ഓതർ ഇവിടെ തന്നെ ഉണ്ട്. പുള്ളിനെ കൂടെ ഒരു സൈനും വാങ്ങിക്കാം. നിസാർ മാഷ് ഇത് തൊട്ട് മുമ്പ് തന്നെ ഉണ്ട്. ഇവിടെ കൊണ്ടൊരു ഓതർ സൈൻ ഇരിക്കാൻ പറ്റുമോ നോക്കാം. പുസ്തകത്തിൻ്റെ ഓതർ നിസാർ മാഷ് ഇത് തൊട്ട് മുമ്പ് തന്നെ ഉണ്ട്. ഒരു സൈൻ വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ. നിസാർ മാഷേ ഒരു സൈൻ. അത് പോട്ടെ. ഞാൻ തന്നെ കുഞ്ഞിക്കാം. സൈൻ ചെയ്യാനൊന്ന് കുനിഞ്ഞിക്കോ. എന്നായിരുന്നു റിലീസ്? ഇന്നലെ മിനിയാന്ന്. ആ ഇവിടെ വെച്ചെന്നില്ലായിരുന്നോ? ഇത് മാൻകൈൻഡ് അല്ലേ പുറത്തേക്ക് വീഡിയോ എടുക്കാൻ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഇതാണ് പുസ്തകം. ഓതർ സൈൻ വാങ്ങിച്ചു. താങ്ക് യു. ഓക്കെ. ഈ പുസ്തകത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ പിന്നെ നിസാർ ഇൽത്തുമിഷ് ഈ ഓതറുമായിട്ട് നമ്മളെ ചാനലിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമല്ല, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പുസ്തകമായ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റാണ് ഇത് അഗർത്ത. അപ്പോൾ അത് ഇന്നലെ മെനിഞ്ഞാന്നാണ് റിലീസായത്. അപ്പോൾ അത് വാങ്ങിച്ചതാണ് സംഭവം. സൂര്യൻ അസ്തമിക്കുകയാണ്. KLF-ൻ്റെ 8ാമത്തെ എഡിഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. രാത്രി എന്തൊക്കെയോ പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും എന്തായാലും റെക്കോർഡ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കഴിഞ്ഞ വർഷത്തെ KLF-ൻ്റെ അത്ര ഒരു മജ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയില്ല. എന്താണെന്നറിയില്ല. എൻ്റെ കൂടെ പ്രശ്നമായിരിക്കണം. അപ്പോൾ ഏതായാലും ഓക്കെ, ബൈ.